വന്നവനും വീണ്ടും വരുവാനിരിക്കുന്നവനുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. സുവിശേഷം എന്നതോ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുള്ള അതാവുന്നു ഞങ്ങൾ നിങ്ങളോട് ഘോഷിക്കുന്നതായ തിരുവചനം. അല്ലെങ്കിൽ മറ്റൊരുത്തൽ രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുവിന്റെ നാമം ഒന്നല്ലാതെ വേറെ ഒന്നുമില്ല. വളരെ മനോഹരമായ ഈ പ്രകൃതി ഭംഗിയുള്ളതായ ഈ പ്രദേശത്തൂടെ അനേക വിദേശികളും സ്വദേശികളും ഇടപെടൽ ഇല്ലാതെ യാത്ര ചെയ്യുമ്പോൾ ഇതിന്റെ സൃഷ്ടാവിനെ ഒന്ന് ഓർക്കുന്നത് എത്ര നന്നായിരിക്കും എന്ന് ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഭൂമിയിൽ ആക്കുന്നതിന് മുൻപായിട്ട് അവന് വേണ്ടത് എല്ലാം, മനുഷ്യന് വേണ്ടതെല്ലാം കരുതി വെച്ച് വളരെ മനോഹരമായ ഒരു പ്രകൃതി ഭംഗി അന്ന് ഏതനിൽ ഉണ്ടായിരുന്നു. മനുഷ്യന് അധ്വാനിക്കുകയോ മനുഷ്യന് കഷ്ടപ്പാടോ രോഗമോ ദുഃഖമോ പ്രയാസമോ ആ ഏതനിൽ താമസിച്ചിരുന്നിടത്തോളം കാലം ആദവനും ഹവ്വയ്ക്കും ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെ എന്ത് സംഭവിച്ചു, എങ്ങനെയാണ് ആ ഏദൻ തോട്ടത്തിൽ സാത്താൻ കിടന്നത്, ഇതൊക്കെയും വലിയ ക്വസ്റ്റ്യനാണ്. എന്നാൽ അതിനുള്ള ഉത്തരം ഞങ്ങൾക്ക് തരുവാൻ കഴിയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ നമുക്ക് ഉത്തരം ലഭിക്കാൻ കഴിയുള്ളൂ. അവൻ മുഖാന്തരം സകലത്തെയും സൃഷ്ടിച്ചു. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ തന്നെ അങ്ങനെ ആണ് ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ ആ എല്ലാത്തിന്റെയും ഉൽപ്പത്തിയെ കുറിച്ച് പറയുന്നതായ ഉൽപ്പത്തി പുസ്തകത്തില് ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് അരുളി ചെയ്യുന്നു. എങ്ങനെയാണ് ആദ്യ മനുഷ്യരോടുള്ള ബന്ധത്തില് മനുഷ്യന് ഒരു ഈ ലോകത്തില് ഒരു താൽക്കാലികമായ അല്ലെങ്കിൽ ഒരു ബോട്ടിൽ യാത്ര ചെയ്യുന്നത് പോലെയാണ് മനുഷ്യന്റെ ആ ജീവിത യാത്രയും. അവൻ ജനിച്ചു ചുരുക്കം നാളുകൾ കൊണ്ട് അവന്റെ സൃഷ്ടാവിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും. അല്ല എങ്കിൽ അവർ തന്റെ പിതാക്കന്മാരോട് ചേരും. പ്രിയമുള്ളവരെ, ഈ കാലങ്ങളിൽ ഈ ലോക ജീവിത യാത്രയില് സൃഷ്ടാവിനെ സർവേശ്വരനെ കണ്ടുമുട്ടുവാൻ ലഭിക്കുന്നത് ഭാഗ്യമാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ മഹിമകളെ വെടിഞ്ഞ് പുത്രനാം ദൈവം ഈ ലോകത്തിലേക്ക് വന്നു.
ദൈവം പറഞ്ഞു നയിക്കുന്നതായ ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്നവരായ സ്നേഹം, ദയ, കരുണ, സൗമ്യത ഇത്രയും ഇവയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണം പോലും ഇല്ലെന്നാണ് തിരുവനന്തപുരത്ത് പറയുന്നത്. പ്രിയമുള്ളവരെ, ഇത് ദൈവത്തിന് ഫലം കൊടുക്കാൻ നമ്മൾ വരുന്നതെങ്കിൽ, ദൈവത്തിന് പോകാൻ രക്ഷിപ്പാൻ കാക്ഷിക്കുന്നുവെങ്കിൽ അത് ഏറ്റവും ശ്രേഷ്ഠകരമായ അവസ്ഥയാണ്. എപ്പോഴാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മരണം കടന്നു വരുന്നത്? അവൻ ജനിച്ച എല്ലാ വ്യക്തിയും മരിക്കും. അത് നിശ്ചയം, അത് അധിക ഉറപ്പാണ്. അതുപോലെ തന്നെ ദൈവം ഒരിക്കൽ ന്യായവിധിയും നമുക്ക് ബലിയായിട്ട് ഇതാ അവരെ ശിക്ഷാവധിയിൽ അകപ്പെടും. പ്രിയമുള്ളവരെ, ഈ സത്യം ഞങ്ങൾക്ക് മനസ്സിലാക്കുക. ഒരിക്കലും എന്റെ വാക്കുകൾ ചെറുക്കുന്നു. സർവ്വദേശം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. വന്ദനമേശുപര നിനക്കെന്നും വന്ദനമേശുപര വന്ദനമേശുപര നിനക്കെന്നും വന്ദനമേശുപര വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരു നാമത്തിനാദരവായി വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരു നാമത്തിനാദരവായി. നിൻ സന്നിധിയിൽ അടിയർക്കു വന്നു ചേരുവതിനായി ഇന്നു നിൻ സന്നിധിയിൽ അടിയർക്കു വന്നു ചേരുവതിനായി തന്ന നിന്നുന്നതമാ കൃപയ്ക്കഭിവന്ദനം ചെയ്തിടുന്നു തന്ന നിന്നുന്നതമാ കൃപയ്ക്കഭിവന്ദനം ചെയ്തിടുന്നു നിൻരുധിരമതിനാൽ പ്രതിഷ്ഠിച്ച ജീവപ്പുതുവഴിയായി നിന്നടിയാർക്കു പിതാവിൻ സന്നിധൗ വന്നിടാമേ സതതം നിന്നടിയാർക്കു പിതാവിൻ സന്നിധൗ വന്നിടാമേ സതതം.